നമുക്ക് നോക്കാം ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയധികം ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഈ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞാല് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിനുള്ള, അവരുടെ ക്ഷേമം ഉന്നം വെച്ച് മാത്രമുള്ള പെൻഷനാണ്. അത് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് എന്ന് നോക്കുമ്പോഴാണ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ 2022, 23, 24 ബജറ്റില് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ രജിസ്ട്രേഷൻ, ഭൂമിയുടെ രജിസ്ട്രേഷൻ ചാർജ് തന്നെ 20% വർദ്ധിപ്പിച്ചത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ ചാർജ് 20% വർദ്ധിപ്പിച്ചിട്ട് എന്താ സംഭവിക്കുക? നമുക്കറിയാം വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളില് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം എങ്ങനെ ഭൂമി ആർക്കെങ്കിലും വിറ്റൊഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും വന്നു വാങ്ങാൻ ആൾക്കാരില്ലാത്ത തരത്തിലാണ്. എന്നിട്ട് ഈ കേരളത്തിൽ എല്ലായിടത്തും ഭൂമിക്ക് രജിസ്ട്രേഷൻ ചാർജ് ആയിട്ട് ന്യായവില വർദ്ധിപ്പിച്ചു. ആ ന്യായവില വർദ്ധിപ്പിച്ചത് എവിടെയാ, ഏത് ജില്ലയാണ്? അത് വന്യമൃഗ മനുഷ്യ സംഘർഷമുള്ളതാണ്, ഒന്നും നോക്കാതെയാണ്. ഹാർട്ട് ഓഫ് ദ സിറ്റിയിലും കാടിന്റെ ഉള്ളിലും ഒക്കെ ഒരേ വില തന്നെ ന്യായവില നിശ്ചയിച്ചു. അതും കഴിഞ്ഞിട്ടാണ് ഭൂമി രജിസ്ട്രേഷൻ ചാർജ്. അപ്പൊ ഈ രജിസ്ട്രേഷൻ ചാർജിന്റെ വർധനവ് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഒറ്റ എക്സാമ്പിൾ മാത്രം ഒന്ന് നോക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി 2022-23, അതായത് ഈ 20% വർധനവ് വരുന്നതിന് മുൻപ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ എന്ന് വെച്ചാൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഇനത്തിൽ കിട്ടിയത് 6217 കോടി രൂപയായിരുന്നു 2022-23 വർഷം. 2023-24 വർഷം, അതായത് ഈ 20% രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? ആ വരുമാനം, അതായത് 2022-23 6217 കോടിയായിരുന്നത് 5695 കോടിയായി താണു. എന്ന് വെച്ചാൽ 422 കോടിയുടെ കുറവ്. ആ ഒറ്റ മേഖലയിൽ തന്നെ ഒരു വർഷം കൊണ്ടുണ്ടായ കുറവാണ് 422 കോടിയുടെ കുറവ്. അതായത് ഭൂമി രജിസ്ട്രേഷൻ കുറഞ്ഞു, ഉയർന്ന രജിസ്ട്രേഷൻ ചാർജ് കാരണം കൊണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ, ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മദ്യത്തിന്റെ വില മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കാളൊക്കെ വളരെയധികം ഉയർന്നു നിൽക്കുകയാണ്. അപ്പോ ഇവിടുത്തെ ഈ മദ്യപാനികൾ എന്ത് ചെയ്യുന്നു? അവര് ഗ്രൂപ്പായിട്ട് പണം കളക്ട് ചെയ്ത് വണ്ടി പിടിച്ച് അയൽ സംസ്ഥാനത്ത് പോയി മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവരുടെ ആവശ്യക്കാർക്കൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ മദ്യവരുമാനമാണ് പോകുന്നത്. അതാണ് നികുതി കാസ്കേഡിങ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്ധനത്തിന്റെ വില. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, മന്ത്രിയായിരുന്ന ആന്റണി രാജ് തന്നെ ട്രാൻസ്പോർട്ട് KSRTC-കാരോട് പറയുമായിരുന്നു, കർണാടകത്തിൽ പോകുന്ന വണ്ടികൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുക, തമിഴ്നാട്ടിൽ പോകുന്ന വണ്ടികൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുക. എന്താണ് അതിന്റെ കാരണം? തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഉയർന്ന പെട്രോൾ ഡീസൽ നിലവാരമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള നികുതിയൊക്കെ കൊണ്ടുവരുന്നതിന് മുൻപേ ആലോചിക്കേണ്ടതാണ് ധനവകുപ്പും അതിനോട് ബന്ധപ്പെട്ട് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അതിന്റെയൊക്കെ കുറവ് കേരളത്തിന്റെ വരുമാന സമാഹരണത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. ആ സ്വാധീനം ഒക്കെ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ വരുമാനം 2022-23 1,32,695 കോടിയായിരുന്നു. അത് 2023-24 ആയപ്പോഴത്തേക്കും 1,22,393 കോടിയായിട്ട് കുറയുന്നു. എന്ന് വെച്ചാൽ ആകെ കുറവ് വന്ന എത്ര? 10,302 കോടിയുടെ കുറവാണ് ആ വരുമാനത്തിൽ വന്നത്. അപ്പൊ ഇനി അത് വരുമാനത്തിൽ വന്ന കുറവ്, ഇനി അതുപോലെ അതിന്റെയൊക്കെ സമാഹരണം, നികുതിയേതര വരുമാന സമാഹരണം, അങ്ങനെയുള്ളതിലൊക്കെ വന്നു ചേർന്ന പാളിച്ചകൾ, അങ്ങനെ അതൊക്കെ ഒത്തിരി ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ 2022-23 ആകെ ചെലവ് എത്രയായിരുന്നു? 1,55,951 കോടി. അതിലും കുറവ് വന്നു ഈ 2023-24, അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം എത്രയാ ആകെ ചെലവഴിച്ചത്? 1,52,848 കോടി. അതായത് 3,103 കോടിയുടെ കുറവാണ് മൊത്തം ചെലവിൽ വന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ 2022-23 23-24 ഒക്കെ പദ്ധതി ചെലവുകളൊക്കെ വളരെ താഴെയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം അത് 50% താഴെയാണ് ഗവൺമെന്റ് വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പദ്ധതി ചെലവ്. അപ്പൊ ഇതുപോലെ ഈ വരുമാന സമാഹരണത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടും, പിന്നെ അതുപോലെ നമുക്കറിയാം
കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ, അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തും വലിയ പാകപ്പിഴകളുണ്ട്. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിട്ട് നടത്തുന്ന ഒരുപാട് പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അതിലൊക്കെ കേന്ദ്രത്തിന്റെ ഷെയറും മനഃപൂർവ്വം വെട്ടിക്കുറച്ച് അത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും പിന്നെ ഫിസിക്കൽ ക്രൈസിസിലേക്ക് തള്ളി വിട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം കൂട്ടി. അത് മാത്രവുമല്ല, കേന്ദ്രം സെസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ പിന്നെ അതുപോലെ ഫിനാൻസ് കമ്മീഷൻ 15th ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ വഴി കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന് വെച്ചാൽ അതായത് കേരളത്തെ പോലെ പോപ്പുലേഷൻ പോളിസിയൊക്കെ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫിസിക്കൽ ക്രൈസിസ് ഇന്നത്തെ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഒരവസ്ഥയിൽ എത്തിയ സമയത്താണ് ഈ പെൻഷനെ പറ്റിയുള്ള അതുപോലെ നമുക്ക് ഓർമ്മയുണ്ടാവണം, നികുതി വരുമാനത്തിൽ ഈ കഴിഞ്ഞ വർഷം 23-24 കുറവുണ്ടാകാൻ വേറെയും കാരണങ്ങളുണ്ട്. ഉദാഹരണം, കേരളീയം നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് വ്യാപാരി വ്യവസായികളിൽ നിന്നും ക്വാറി മാഫിയകളിൽ നിന്നുമൊക്കെ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരോടൊക്കെ കണക്ക് പറഞ്ഞ് കുടിശ്ശികയില്ലാതെ വരുമാനം സമാഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നാം കാണുന്ന ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി സംസ്ഥാനങ്ങൾ ഈ കേരളത്തില് ഉടലെടുത്തിരിക്കുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തില് സത്യത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ മനസ്സിലാക്കുന്നിടത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ധനമന്ത്രിയുടെ താല്പര്യപ്രകാരമല്ല എല്ലാ വകുപ്പുകളും, അതുപോലെ ഏത് വകുപ്പിന്റെയും താല്പര്യപ്രകാരവുമല്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് പല ചെലവുകളും എങ്ങോട്ട് വേണം എങ്ങോട്ട് വേണ്ട, അതായത് വകുപ്പ് മാറ്റലും മറ്റൊക്കെ അത് CAG ഒക്കെ ഒരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വകമാറ്റി ചെലവഴിക്കല്, ധൂർത്ത്, ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ, കെടുകാര്യസ്ഥത, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ കെടുകാര്യസ്ഥതയും ധൂർത്തും ഈ വകമാറ്റലും എല്ലാം ധനവകുപ്പ് അല്ല ചെയ്യുന്നത്. അതിന് കാരണക്കാരായി വരുന്നത് പല പല വകുപ്പുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ അതിരിക്കട്ടെ. അപ്പൊ അതിന്റെയൊക്കെ ആഘാതം പേറിയാണ് ഇപ്പൊ നമ്മുടെ ധനമന്ത്രി രോഗാവസ്ഥയിലെത്തിയെന്നും കൂടി ഓർക്കണം നമ്മൾ. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം തിരിച്ചു വന്നാലേ ഈ നടുക്കടലിൽ എത്തി നിൽക്കുന്ന വഞ്ചിയെ തിരിച്ച് കരയിലെത്തിക്കാൻ, അതായത് ഒരു കടപ്രതിസന്ധിയിലേക്ക് പോകാതെ വീണു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ അദ്ദേഹം തിരിച്ചു വന്നേ പറ്റൂ. കാരണം അദ്ദേഹത്തിന് ഏകദേശമെങ്കിലും ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അറിയാവൂ. അപ്പൊ അദ്ദേഹം തിരിച്ചു വരട്ടെ, പെൻഷനൊക്കെ കൃത്യമായിട്ട് സമയത്ത് കൊടുക്കാൻ ഇടവരട്ടെ. കാരണം പാവപ്പെട്ടവർ ഈ 1600 രൂപ പെൻഷന് വേണ്ടി കൈ നീട്ടുന്നവർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നവരാണ്, നിവൃത്തികേട് കൊണ്ടാണ്. അപ്പൊ അത്തരക്കാർക്ക് ഇത് കിട്ടിയേ അടങ്ങൂ. കാരണം വില നിലവാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8.7% വരെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കത്തക്ക ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം വരണം. വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. അങ്ങനെ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകൂ.